ഹായ് ഗൈസ്. സോ ഇന്ന് നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ജാവാസ്ക്രിപ്റ്റ് കൺസെപ്റ്റാണ് നോക്കുന്നത്. അത് നമ്മൾ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെ കോഡ് റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു ടെസ്റ്റാണ്, ലൈക്ക് ഒരു ടാസ്ക് പോലെയാണ്. മുമ്പ് നമ്മൾ കവർ ചെയ്ത ടോപ്പിക്കാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ രണ്ട് ടാസ്ക് തരാം. ആക്ച്വലി ഒന്നെന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ഒരു സബ്സ്ട്രാക്ട് എന്നുള്ള ഫംഗ്ഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് രണ്ട് നമ്പർ എടുക്കണം. എന്താ പറയുക, ആർഗ്യുമെൻ്റ് ആയിട്ട് രണ്ട് പാരാമീറ്ററായിട്ട് രണ്ട് നമ്പർ എടുക്കുക, രണ്ട് ഇൻപുട്ടായിട്ട് ബേസിക്കലി അങ്ങനെ പറയാം നമുക്ക്. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് റിട്ടേൺ ചെയ്ത് എടുക്കണം. ഓക്കെ. സോ സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രിങ്ങിഫൈ ഫംഗ്ഷനാണ്. ഓക്കെ, അത് സ്ട്രിങ്ങിഫൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. അത് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്തെടുക്കും. എന്നിട്ട് റിട്ടേൺ എന്ന് വെച്ചാൽ ഒരു സ്ട്രിങ് ചെയ്യും. ഇപ്പോൾ ഞാൻ ഒരു എന്താ ഇൻപുട്ട് 10 പാസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് ഇങ്ങനെ വരണം, റിസൾട്ട് കോളൻ 10 എന്ന് പറഞ്ഞ് വരണം. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് എന്താണെന്ന് വെച്ചാൽ ആ ഇൻപുട്ട് ഇവിടെ വരണം. 10 ആണ് ഇൻപുട്ട് കൊടുക്കുന്നതിന് നമുക്ക് 10 കിട്ടണം. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ സബ്സ്ട്രാക്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്. സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഷുഡ് ബി കോൾഡ് ലൈക്ക് ദിസ് എന്ന് വെച്ചാൽ സബ്സ്ട്രാക്ട് ഓഫ് ഇങ്ങനെ പാസ് ചെയ്യണം, രണ്ട് നമ്പർ, ഇതാണ് കോൾ ചെയ്യേണ്ടത്. സോ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നുള്ള ഡിഫൈൻ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഞാനിവിടെ കോൾ ചെയ്യുന്നു സബ്സ്ട്രാക്ട് ഓഫ് 12, 10 എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്നു. ആൻഡ് നമുക്ക് എന്താ വെച്ചാൽ റിട്ടേൺ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്, ഇതിൻ്റെ ഡിഫറൻസ് വെച്ചാൽ റിട്ടേൺ ചെയ്ത് കിട്ടണം നമുക്ക്. ഓക്കെ, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിങ്ങിഫൈ ആണ്. നമ്മൾ പറഞ്ഞു അത് റിട്ടേൺ ചെയ്യുന്ന വെച്ചാൽ സ്ട്രിങ് ആയിരിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ് എ നമ്പർ ഓൾസോ. സോ റിസൾട്ട് ഞാനിവിടെ 10 പാസ് ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് കോളൻ 10 എന്ന് പറഞ്ഞു. സോ നിങ്ങൾ ഈ രണ്ട് ടാസ്ക് നിങ്ങൾ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എൻ്റെ ഔട്ട്പുട്ട് കാണിക്കുന്നതാണ്. സോ ഒരു 5 സെക്കൻഡ്സ് 2 to 3 സെക്കൻഡ്സ് ഡിലേ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. സോ നിങ്ങൾ വീഡിയോ ഇവിടെ വെച്ച് പോസ് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഞാനിനി ഇതിൻ്റെ ഔട്ട്പുട്ട് കാണിക്കാം ആക്ച്വലി എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ പറഞ്ഞു സബ്സ്ട്രാക്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാന്നുള്ളത് num1 num2 റിസൾട്ട് കോൺസ്റ്റന്റ് റിസൾട്ട് ഇക്വൽ ടു num1 മൈനസ് num2 എന്ന് പറയുന്ന രീതി അതിൻ്റെ റിസൾട്ട് നമ്മളിവിടെ റിട്ടേൺ ചെയ്ത് എടുക്കുന്നു. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഇനി അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രിങ്ങിഫൈ എന്നുള്ള ഫംഗ്ഷൻ എഴുതി നമ്പർ എന്ന് പറഞ്ഞ ഇൻപുട്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അത് നമുക്ക് നമ്പർ കിട്ടും. എന്നിട്ട് ഞാൻ റിട്ടേൺ റിസൾട്ട് കോളൻ എന്നിട്ട് നമ്മൾ ഈ നമ്പർ സ്ട്രിങ് കൺകാറ്റിനേറ്റ് ചെയ്ത് വെച്ചു. ഈ നമ്പർ എടുത്ത് സ്ട്രിങ് കൺകാറ്റിനേറ്റ് വെച്ചു. സോ ഇങ്ങനെയാണ് കോൾ ചെയ്യേണ്ടത്. സബ്സ്ട്രാക്ട് 10 of 12 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 ആണ്. അതും ഡിഫറൻസ് കിട്ടും. ഡിഫറൻസ് ഞാൻ കൺസോൾ ലോഗ് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് സ്ട്രിങ്ങിഫൈയും ചെയ്യുന്നത്. സോ ഈ രണ്ട് ടാസ്ക് നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതെന്ന് വെച്ചാൽ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ. ഓക്കെ, സോ ഇവിടെ ഞാൻ ആദ്യം ഒരു കോൺസ്റ്റൻ്റ് ആണ് ഡിഫൈൻ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഡീഫോൾട്ട് റിസൾട്ട് 0 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുമ്പ് എഴുതിയ കോഡാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിനുശേഷം വേരിയബിൾ അതിനൊരു വേരിയബിൾ കറണ്ട് റിസൾട്ട് രണ്ട് വേരിയബിൾ നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നു. അത് എന്നിട്ട് ഡീഫോൾട്ട് റിസൾട്ടിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ നമ്മളത് കൊടുക്കുന്നുണ്ട്, കറണ്ട് റിസൾട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മളെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമുക്കൊരു സിമ്പിൾ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ മുമ്പ് എഴുതിയ പോലെ തന്നെ ആഡ്, അതിൽ രണ്ട് പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, num1 num2 പാസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ്ങിൽ റിട്ടേൺ ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ ഇവിടെ എഴുതിയത് ഇനി കോൺസ്റ്റ് റിട്ടേൺ ചെയ്തെടുക്കും. ഇനി നമ്മൾ വെച്ചാൽ പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഞാൻ വേരിയബിളും കോൺസ്റ്റൻറ്റുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും എവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ മോളിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്കൊരു എക്സാമ്പിളിൽ കറണ്ട് റിസൾട്ട് ടോപ്പിൽ നിന്ന് ഡിക്ലെയർ ചെയ്ത് പിന്നീട് യൂസ് ചെയ്യുന്ന വാല്യൂ അസൈൻ ചെയ്യാൻ അവസരത്തിൽ അതിനെ ഔട്ട്പുട്ട് ഫംഗ്ഷൻ റിസൾട്ടിലേക്ക് പാസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കറണ്ട് റിസൾട്ടിനെ ബോട്ടമിലേക്ക് മൂവ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ സാധനം കട്ട് ചെയ്തിട്ട് ഞാൻ ഔട്ട്പുട്ട് റിസൾട്ടിന് ശേഷം ഞാനിവിടെ പേസ്റ്റ് ചെയ്തു. ഒന്ന് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ പോയിട്ട് ഒന്ന് റീലോഡ് ചെയ്യാം. റീലോഡ് ചെയ്താൽ 0 ആണ് വരുന്നത്. നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ കൺസോളിൽ പോയി കഴിഞ്ഞാൽ ഒരു എറർ അടിക്കുന്നുണ്ട് നമുക്ക്. എവിടെ റെഫറൻസ് എറർ കനോട്ട് ആക്സസ് കറണ്ട് റിസൾട്ട് ബിഫോർ ഇനീഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ കറണ്ട് റിസൾട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഇനീഷ്യലൈസിന് മുമ്പ് ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു എറർ വരുന്നുണ്ട്. ലൈൻ നമ്പറും കാണിക്കുന്നുണ്ട്, ഏത് ലൈൻ നമ്പറാണ് എറർ അടിച്ചെന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. സോ ബ്രൗസർ നമ്മളോട് പറയുന്നതാണ് നിങ്ങൾ വേരിയബിളിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ അത് ഡിക്ലെയർ ചെയ്യുന്ന മുമ്പാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എറർ മെസ്സേജിൽ ഈവൻ ലൈൻ നമ്പർ അടക്കം നമുക്ക് കാണുന്നുണ്ട്, ഏത് ലൈൻ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അതായത് ജാവാസ്ക്രിപ്റ്റിൽ ഇപ്പോൾ ലെറ്റും കോൺസ്റ്റും നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് വേരിയബിൾ യൂസ് ചെയ്യുന്ന മുമ്പ് ഡിക്ലെയർ ചെയ്യണം. ആക്ച്വലി ഇവിടെ ഈ എറർ ഇതാണ് കാണിക്കുന്നത്, കനോട്ട് ആക്സസ് കറണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ നമുക്ക് അതാണ് ഇവിടെ ഇഷ്യൂ.
സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ജാവാസ്ക്രിപ്റ്റിൽ ലെറ്റും കോൺസ്റ്റൻറ്റും ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വേരിയബിളുകൾ യൂസ് ചെയ്യുന്ന മുമ്പ് തന്നെ ഇവിടെ ഡിക്ലെയർ ചെയ്യണം. ഏത് വേരിയബിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അതിന് മുമ്പ് നമ്മൾ ആക്ച്വലി ആ വേരിയബിളിനെ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. സോ ഡിക്ലെയർ എന്ന വേരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക എന്നാണ് നമ്മൾ അർത്ഥം വയ്ക്കുന്നത്. ഓക്കെ, സോ ഇവിടെ ലെറ്റ് കറണ്ട് റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ഡീഫോൾട്ട് റിസൾട്ട് തൽക്കാലം എടുത്ത് മാറ്റിയിട്ട് സേവ് ചെയ്യുക, എന്നിട്ട് റീലോഡ് ചെയ്ത് നോക്കാം. സോ റീലോഡ് ചെയ്താലും നമുക്ക് സക്സസ്ഫുള്ളി വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇതിൽ ഡിക്ലെയർ ചെയ്യാനേ പറഞ്ഞുള്ളൂ. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. ആക്ച്വലി വാല്യൂ അസൈൻ ചെയ്യണമെന്നൊന്നുമില്ല, അത് പിന്നെ അസൈൻ ചെയ്താൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ. സോ പിന്നീട് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ ജാവാസ്ക്രിപ്റ്റ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇതിനാണ് നമ്മൾ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത് കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ നമ്മൾ വേരിയബിളിന് നമ്മൾ ആക്സസ് ചെയ്യുമ്പോൾ ആ വേരിയബിൾ ഏറ്റവും മുകളിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങൾ താഴെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് എടുക്കില്ല. പക്ഷേ ഇത് വാറിൽ സംഭവിക്കട്ടോ. നമ്മൾ ലെറ്റ് കീവേഡ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വാറാണ് നമ്മളിവിടെ കൊടുക്കുന്നത് വെച്ചാൽ ഈ പ്രശ്നമില്ല, ഓട്ടോമാറ്റിക് ജാവാസ്ക്രിപ്റ്റ് എടുത്തിട്ട് മുകളിൽ കൊണ്ടുവന്നിടും. അതാണ് വാറിൽ ഹോസ്റ്റിംഗ് നടക്കുന്നു, ലെറ്റിൽ ഹോസ്റ്റിംഗ് ഇല്ല എന്ന് പറയാൻ കാരണം. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ്. ഇനി നമ്മളിവിടെ വാല്യൂ പറഞ്ഞു വെച്ചാൽ വാല്യൂ ഇനീഷ്യൽ ചെയ്യുന്ന മുമ്പ് ഓപ്ഷനിലാണ് നമ്മൾ പറഞ്ഞു. ഇവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് മസ്റ്റാണ്, അത് നമ്മൾ മറക്കരുത്. ഓക്കെ, പക്ഷേ ഫംഗ്ഷൻ ഇത് ബിഹേവിയർ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഈ ബിഹേവിയറിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ ഈ ആഡ് ഫംഗ്ഷനെ നമുക്ക് എന്താ വെച്ചാൽ എടുത്തിട്ട് താഴെ കൊണ്ടുവന്നിടാം, ബോട്ടമിൽ കൊണ്ടുവന്നിടാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് റീലോഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എററൊന്നുമില്ല, അതായത് നമുക്ക് കറക്റ്റ് ഔട്ട്പുട്ട് വരുന്നുണ്ട്. സോ നമ്മളിത് ഇട്ടപ്പോഴേക്കും വർക്ക് ആവുന്നുണ്ട്. സോ പക്ഷേ ഞാൻ ഇവിടെ തിരിച്ചിവിടെ കൊണ്ടുവന്നിട്ട് എങ്ങനെയായാലും വർക്ക് ആവുന്നുണ്ട്, നമുക്ക് മുകളിലായാലും താഴത്തായാലും വർക്ക് ആവുന്നുണ്ട്. കാരണം വെച്ചാൽ ജാവാസ്ക്രിപ്റ്റ് കോഡ് ടോപ്പ് ടു ബോട്ടമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് കോഡ്. സോ അതിലുള്ള എല്ലാ ഫംഗ്ഷനും ഡിഫൈൻ പ്രീ രജിസ്റ്റർ ചെയ്യും. ആക്ച്വലി ഫംഗ്ഷൻ ഡെഫിനേഷനൊക്കെ പ്രീ രജിസ്റ്റർ ചെയ്യുന്നതാണ്. ഓക്കെ, അതായത് ബ്രൗസറിൽ ആദ്യം സ്ക്രിപ്റ്റ് പാസ് ചെയ്യും, എന്നിട്ട് എല്ലാ ഫംഗ്ഷൻ്റെയും എന്ന് വെച്ചാൽ എടുത്തിട്ട് അത് മുകളിൽ കൊണ്ടുവച്ച് രജിസ്റ്റർ ചെയ്യും. അതിനുശേഷം മാത്രമേ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇതിനെയാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞു ഹോസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുകൊണ്ട് തന്നെ ഫംഗ്ഷനെ ബോട്ടമിലോ ടോപ്പിലോ നിങ്ങൾ ചോദിക്കും എഴുതാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ ബോട്ടമിൽ എഴുതാം, മുകളിൽ എഴുതാം, ഫംഗ്ഷന് താഴത്ത് എഴുതാം, രണ്ടിലും എഴുതിയാൽ ശരിയാണ്. പക്ഷേ കോഡ് സ്റ്റൈൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഞാൻ പേഴ്സണലി ഫംഗ്ഷനെ ഫയലിൻ്റെ മുകളിലാണ് വയ്ക്കാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം ഡെവലപ്പർ ആയി കഴിഞ്ഞാൽ ഫയൽ റീഡ് ചെയ്യുമ്പോൾ ഫംഗ്ഷനുകൾ ഏതൊക്കെയാണെന്ന് എനിക്ക് ആദ്യം എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫംഗ്ഷനെ. പക്ഷേ ചില ഡെവലപ്പേഴ്സ് ഫംഗ്ഷനെ അടിയിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് അവരുടെ സ്റ്റൈലാണ്. ജാവാസ്ക്രിപ്റ്റിൽ അത് തെറ്റാണ് ശരിയാണെന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സ്റ്റൈൽ കൺസിസ്റ്റൻ്റ് ആണോ എന്നതാണ് മെയിൻ പോയിന്റ്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫംഗ്ഷനും മുകളിൽ വയ്ക്കുകയാണെങ്കിൽ എല്ലാ സ്ക്രിപ്റ്റിൻ്റെയും അതുപോലെ വയ്ക്കുക, അല്ലെങ്കിൽ താഴെ വയ്ക്കുകയാണെങ്കിൽ അതേപോലെ എല്ലാ സ്ക്രിപ്റ്റിൻ്റെ ഫംഗ്ഷൻസൊക്കെ താഴെ കൊണ്ടുവന്ന് വെക്കണം ആക്ച്വലി. സോ അത് ആ പെർട്ടിക്കുലർ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് അത് ഈസി ആയിരിക്കും, ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ആക്ച്വലി ആ ഫംഗ്ഷൻസ്. അത് നിർബന്ധമില്ല, പക്ഷെ അങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്ന് മാത്രം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയാണ് ജാവാസ്ക്രിപ്റ്റിൽ കോഡ് ഓർഡർ വർക്ക് ചെയ്യുന്നത്. വേരിയബിൾസ് ആൻഡ് കോൺസ്റ്റൻസ് ഫസ്റ്റ് ഡിക്ലെയർ ചെയ്യണം. ഫങ്ഷൻസ് ജാവാസ്ക്രിപ്റ്റ് ഓട്ടോമാറ്റിക്കലി ഹോസ്റ്റ് ചെയ്യും. അവസാനം നിങ്ങളുടെ കോഡ് സ്റ്റൈൽ ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പിൽ ഫങ്ഷൻസ് വേണോ ബോട്ടമിൽ ഫങ്ഷൻസ് വേണോ എന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. പക്ഷേ ഒരു പ്രൊജക്റ്റിൽ ഒരേ പാറ്റേൺ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, ഇതാണ് ജാവാസ്ക്രിപ്റ്റിൽ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ എന്ന കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് എന്നൊരു ചെറിയ കൺസെപ്റ്റാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വെച്ച് റാപ്പപ്പ് ചെയ്യുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ഒരു ഗ്ലോബൽ വേരിയബിൾ, ലോക്കൽ വേരിയബിളിൻ്റെ കുറച്ച് സ്കോപ്സും കൂടിയും ആഡ് ചെയ്തിട്ട് ഞാൻ കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ ആസ് യൂഷ്വൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ മെൻഷൻ ചെയ്താൽ ഞാൻ എനിക്ക് അറിയുന്ന ഡീറ്റെയിൽ ആയിട്ട് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ഞാൻ ഒന്നുകൂടി ശ്രമിക്കാം. ഐ എം റാപ്പിംഗ് ഇറ്റ് ഓഫ്. താങ്ക്സ് എ ലോട്ട്. ബൈ.